ഹലോ എവരി വൺ. അപ്പോൾ അതിരടി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. ആൻഡ് ഇതിപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ഏതാണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബട്ട് മൈ ചാനൽ ഈസ് നോട്ട് അബൌട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഒരു സിനിമയും കണ്ടിട്ടില്ല. എനിക്ക് കാണാൻ ആഗ്രഹമുള്ള സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് പോവുക. കണ്ടു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, ഭാഗ്യത്തിന് ഇതുവരെ ഒരുപാട് നെഗറ്റീവ് പറയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. 2-3-4 റിവ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയാറില്ല. ഒരു സിനിമയും കണ്ടിട്ടില്ല അങ്ങനെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എന്ത് പറഞ്ഞു? അപ്പോൾ എന്താണെന്നറിയില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. പക്ഷെ ആ പടം ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ നിന്ന് പുള്ള് ചെയ്യരുത്, മാക്സിമം ഓടിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ എത്ര നാളായിട്ടുണ്ടാവും ഇറങ്ങിയിട്ട്? 2 ആഴ്ച ആയിട്ടുണ്ടാവില്ല, ഇല്ല ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം. അപ്പോൾ എന്തായാലും പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഇറങ്ങി വന്നതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ ഒരു വലിയൊരു ക്യാരി ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ബേസിൽ ജോസഫിൻ്റെ ഒരു എനർജിയാണ്. നമ്മളുടെ മുന്നിൽ ഒരാൾ ഇങ്ങനെ ഭയങ്കര എനർജിയിൽ ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഇൻഫെക്ഷ്യസ് എനർജി നമുക്കും വരില്ലേ. ഞാൻ അവിടെ ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങളും ഭയങ്കര എല്ലാം വരുമ്പോൾ ഭയങ്കരമായിട്ടിരുന്ന് റിയാക്ട് ചെയ്തുകൊണ്ടാണ് സിനിമ കാണുന്നത്. ഞാൻ തിയേറ്ററിൽ പോയിട്ട് വലിയ ബഹളം ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ ഇന്ന് അത്യാവശ്യം ബഹളം ഉണ്ടാക്കിയിട്ട് ആർക്കും ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. പക്ഷേ ഇന്നങ്ങനെ ഭയങ്കര ഒരു ഇതായിട്ടിരുന്ന് ഒരു ഓളത്തിൽ കണ്ടിട്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ടൊവിയുടെ ക്യാരക്ടർ, ടൊവിക്ക് ഇപ്പോൾ ഒരു ഭയങ്കര ഒരു മാസ് ഓറ ഉണ്ടാകാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് വളരെ എളുപ്പത്തിൽ ക്യാരി ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കാണുന്ന സമയത്ത്. കാരണം ടൊവിക്ക് അത് എഫേർട്ട്ലെസ് ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട്. ARM ഒക്കെ ഞാൻ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഇതും ഭയങ്കര രസമായിട്ട്, പക്ഷെ ഇതിനകത്ത് കൂടുതൽ കോമഡിയും ഓരോ സെക്കൻഡിലും പലപ്പോഴും കോമഡീസ് ഉണ്ട്. ഒരുപാട് ഇപ്പോൾ സാഡ് എലമെൻറ്റ്സ് വരുന്നുണ്ട്, അത് വർക്കൗട്ടും ആവുന്നുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഒരു മൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സാഡിലൊന്നും ഒരിക്കലും നിൽക്കില്ല. അത് വരും, അത് പോവും, പിന്നെ വരും, എന്നിട്ട് ഭയങ്കര ഹൈ ആയിട്ട് ഫിനിഷ് ചെയ്യും സിനിമ. പിന്നെ 1-2 പേരുണ്ട് ചിരിപ്പിച്ച് കൊല്ലാനായിട്ടുള്ള, അയാളുടെ പേര് എനിക്കറിഞ്ഞൂടെ. ഒരു ആൽഫാമേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിയുടെ കണ്ടിട്ട് ചിരിച്ചിട്ട് കേട്ടിട്ടല്ലോ എൻ്റെ അതാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ കണ്ടിട്ടില്ല. പിന്നുള്ളത് ഹാഷിറുണ്ട്. ഞാൻ ഹാഷിറിനെ ഒരുപാട് ഫോളോ ചെയ്യുന്നില്ല, എന്നാലും ഇതിനകത്ത് പൊളിച്ചിട്ടുണ്ട്. ഞാൻ വാഴ പോലും ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ ഇതിനകത്ത് ഒരു ചെറിയ ക്യാമിയോ കൊണ്ട് പുള്ളി പൊളിച്ചിട്ടുണ്ട്, കാലയ്ക്ക് പൊളിച്ച്. പിന്നെ വിനീത് ശ്രീനിവാസൻ പുള്ളിയായിട്ട് തന്നെ വന്ന് മിന്നിച്ചിട്ടുണ്ട്. ഇനി കോളേജിൻ്റെ ഒരു പരിപാടിയും കാര്യങ്ങളും അതൊക്കെ ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് വളരെ റിയലിസ്റ്റിക്കായിട്ട് ഈ സാഡും സീരിയസും ഒക്കെ റിയലിസ്റ്റിക്കായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് റിയലിസ്റ്റിക്കായിട്ട് നമ്മൾ ഇപ്പോൾ ലൈഫിലൊരു മോശമായ കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും ലൈഫ് ഇങ്ങനെ സ്ലോ ഡൗൺ ആവുന്നില്ലല്ലോ. പക്ഷെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടല്ലോ. ആൾ നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മളാരെങ്കിലും ഡിസപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ട്. ഒരു ബേസിയുടെ ഒരു ഇമോഷണൽ പരിപാടിയുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ എനിക്കത് ഫീൽ ചെയ്തു. കാരണം എനിക്കങ്ങനെ നിൽക്കേണ്ട വന്നിട്ടുണ്ട്.
ഒരുപാടൊന്നും നിൽക്കേണ്ടി വന്നിട്ടില്ല, പക്ഷേ അങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് പല സ്ഥലത്തും ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആയിട്ടുണ്ട്. ഒരിക്കലും ഈ സിനിമയിൽ നിന്ന് ഞാൻ ഔട്ടായിട്ടില്ല. തുടക്കത്തിലൊന്ന് ഇന്നായി, പിന്നെ സിനിമ തീരണ വരെ ഒരു ഓളത്തിലങ്ങ് കണ്ടു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമ്മുടെ ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് വർക്കൗട്ടായത് ഈ എസ്കുലേഷൻ എന്ന് പറയുന്ന സാധനമാണ് ഭയങ്കരമായിട്ട് വർക്കൗട്ടായത്. കാരണം അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവസാനത്തൊരു ബോയിലിംഗ് പോയിൻ്റ് എത്തി എല്ലാം കൂടി ഒരു തകർപ്പൻ പരിപാടി വരും. അങ്ങനെ വരുന്ന സാധനങ്ങളിപ്പോൾ അതിൻ്റെ അകത്തൊരു കോമഡിയുടെ സെൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് എന്തൊരു രസം. കാരണം ഒരു പൗഡർ കേക്ക് പരിപാടിയൊക്കെ ആ ഒരു ടെൻഷൻ ബിൽഡിങ് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുക. ഇപ്പം പണ്ടത്തെ സിനിമകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ ഒരു സംഭവമായിരുന്നു, ഭയങ്കര എളുപ്പത്തിൽ. ഇപ്പോൾ അത് അത്ര ഇമോഷണലി കണക്ട് ചെയ്യാറില്ല ആൾക്കാർ കാണുമ്പം. അത് അത്രയ്ക്കും നമ്മളെ ഒരു മുൾമുനയിൽ നിർത്തുന്ന പരിപാടിയൊക്കെ കുറച്ച് കുറവാണ്. പക്ഷേ ഇതിനകത്ത് അതൊക്കെയുണ്ട്. ആ ഒരു ലാസ്റ്റ് സീൻ ഞാൻ സ്പോയിലൊന്നും ചെയ്യുന്നില്ല, സംസാരിക്കാനില്ല. പക്ഷെ ഒരു ഇമോഷൻ ഞാൻ പറഞ്ഞില്ലേ, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായ ഈ ഒരു ചാനൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആവന്യൂ ആണ്. ഞാൻ നല്ല സിനിമകൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് നിങ്ങളോടൊക്കെ സംസാരിക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇരിക്കണം. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടിരിക്കുന്ന ഒരു എന്താണ്, ബേസിക്കലി ഇപ്പോൾ 12 മണി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും ശരിയാണ്, ഇപ്പോഴും തിയേറ്ററിലുണ്ട്, പോയി കാണുക, പൊളിക്കുക. സന്തോഷമായിട്ടുണ്ട്.